Welcome to States of Matter, Section 5, Properties of Liquid State. Question number 23. Give the properties of liquid state. ലിക്വിഡ് സ്റ്റേറ്റിൻ്റെ പ്രധാനപ്പെട്ട ചില പ്രോപ്പർട്ടീസാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓരോന്നായി നോക്കാം. ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് intermolecular forces are stronger than those in gaseous state. ലിക്വിഡ് സ്റ്റേറ്റിലെ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് കൂടുതലാണ്. ആരെക്കാളും? ഗ്യാഷിയസ് സ്റ്റേറ്റിനേക്കാൾ. ഏറ്റവും കൂടുതൽ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് കാണുന്നത് സോളിഡ് സ്റ്റേറ്റിലാണ്. തൊട്ട് താഴെ ലിക്വിഡ് സ്റ്റേറ്റ്. ഏറ്റവും കുറവ് ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഗ്യാഷിയസ് സ്റ്റേറ്റിലാണ്. അതുകൊണ്ട് ഗ്യാഷിയസ് സ്റ്റേറ്റിൻ്റെ ഡെൻസിറ്റി വളരെ കുറവാണ്. ഇന്റർമോളിക്കുലാർ ഫോഴ്സ് കൂടുന്തോറും ഡെൻസിറ്റി കൂടും. ഇപ്പം ഏറ്റവും കൂടുതൽ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് കാണുന്നത് സോളിഡ് സ്റ്റേറ്റിലാണ്. അതുകൊണ്ട് സോളിഡ് സ്റ്റേറ്റിൻ്റെ ഡെൻസിറ്റി കൂടുതലാണ്. ലിക്വിഡ് സ്റ്റേറ്റിൻ്റെ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് സോളിഡിൻ്റെയും ഗ്യാസിൻ്റെയും ഇടയ്ക്കാണ്. നോക്കൂ, ഗ്യാഷിയസ് സ്റ്റേറ്റ്, പിന്നെ ലിക്വിഡ് സ്റ്റേറ്റ്, പിന്നെ സോളിഡ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റ് ആകുമ്പോഴേക്കും ഡെൻസിറ്റി നന്നായിട്ട് കൂടുന്നുണ്ട്. സോളിഡ് സ്റ്റേറ്റിൽ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് വളരെ കൂടുതലാണ്. പിന്നെ ലിക്വിഡ് സ്റ്റേറ്റ്, ഗ്യാഷിയസ് സ്റ്റേറ്റിനേക്കാൾ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ലിക്വിഡ് സ്റ്റേറ്റിൽ കൂടുതലാണ്. ഓക്കെ, അടുത്തത് ലിക്വിഡ്സ് ഹാവ് ഡെഫിനിറ്റ് വോള്യം. ലിക്വിഡുകൾക്ക് ഡെഫിനിറ്റ് വോള്യം ഉണ്ട്. കാരണം എന്താണ്? മോളിക്യൂൾസ് ഡു നോട്ട് സെപ്പറേറ്റ് ഡ്യൂ ടു ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. മോളിക്യൂൾസ് സെപ്പറേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ലിക്വിഡുകൾക്ക് ഡെഫിനിറ്റ് വോള്യം ഉണ്ട്. പക്ഷേ ദേ ഡു നോട്ട് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്. കൃത്യമായ ആകൃതിയില്ല. ഏത് പാത്രത്തിലാണോ വെച്ചിരിക്കുന്നത് ആ പാത്രത്തിൻ്റെ ആകൃതിയായിരിക്കും ലിക്വിഡിന്. കപ്പിലാണെങ്കിൽ കപ്പിൻ്റെ ആകൃതി, കുപ്പിയിലാണെങ്കിൽ കുപ്പിയുടെ ആകൃതി. ലിക്വിഡ്സ് ഡു നോട്ട് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്. ദേ അസ്യൂം ദ ഷേപ്പ് ഓഫ് ദി കണ്ടെയ്നർ. ഓക്കെ, ഇതൊക്കെ വളരെ എളുപ്പമായ കാര്യങ്ങളാണ്. ഓക്കെ, അടുത്ത പോയിന്റ്, ലിക്വിഡ്സ് ക്യാൻ ഫ്ലോ. ലിക്വിഡുകൾക്ക് ഒഴുകാൻ കഴിയും. അതൊരു പ്രത്യേകതയാണ്. കാരണം എന്താണ്? മോളിക്യൂൾസ് ക്യാൻ ഫ്രീലി മൂവ് ഓവർ ഈച്ച് അനദർ. മോളിക്യൂൾസിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഒന്നിന് മറ്റൊന്നിൻ്റെ മേലെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും, സ്ലിപ്പ് ചെയ്യാൻ പറ്റും. മോളിക്യൂൾസ് ക്യാൻ ഫ്രീലി മൂവ് ഓവർ ഈച്ച് അനദർ. അതുകൊണ്ട് ലിക്വിഡുകൾക്ക് ഒഴുകാനുള്ള കഴിവുണ്ട്. ഇനി കുറച്ച് ഫിസിക്കൽ പ്രോപ്പർട്ടി ചർച്ച ചെയ്യാം. ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് വേപ്പർ പ്രഷറാണ്. ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷർ. ഈ ഡയഗ്രാം നോക്കാം അല്ലേ? ഒരു ക്ലോസ്ഡ് വെസലാണ് അല്ലേ? അടച്ചു വെച്ചൊരു പാത്രമാണ്. ഇതൊരു ലിക്വിഡ് എടുത്തിട്ടുണ്ട്. വെള്ളമാണെന്ന് കരുതിയാലും മതി. വെള്ളം വേപ്പറായിട്ട് മാറുന്നു. ഈ നീല നിറത്തിൽ കാണിച്ചിരിക്കുന്നതാണ് ലിക്വിഡ് അല്ലെങ്കിൽ വെള്ളം. ഈ ലിക്വിഡ് വേപ്പറായിട്ട് മാറുന്നു. ഈ ഡോട്ടായി കാണിച്ചിരിക്കുന്നതാണ് വേപ്പർ. നോക്കൂ ചിത്രം. ഇപ്പം ലിക്വിഡ് വേപ്പറായിട്ട് മാറുന്നു. കുറച്ച് കഴിയുമ്പോൾ കണ്ടോ ആരോ മാർക്ക് തിരിച്ച് രണ്ടാമത്തെ ഫിഗർ നോക്കൂ. വേപ്പർ ലിക്വിഡായിട്ട് മാറുന്നു, ലിക്വിഡ് വേപ്പറായിട്ട് മാറുന്നു, വേപ്പറൈസേഷൻ. വേപ്പർ ലിക്വിഡായിട്ട് മാറുന്നു, കണ്ടൻസേഷൻ. കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? റേറ്റ് ഓഫ് വേപ്പറൈസേഷനും റേറ്റ് ഓഫ് കണ്ടൻസേഷനും തുല്യമാകും. ഈ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് എക്വിലിബ്രിയം, സന്തുലിതാവസ്ഥ. റേറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് കണ്ടൻസേഷൻ. റേറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് കണ്ടൻസേഷൻ. ഈ മൂന്നാമത്തെ ഫിഗർ നോക്കൂ. എക്വിലിബ്രിയമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ലിക്വിഡ് വേപ്പറായിട്ട് മാറുന്നു, വേപ്പർ ലിക്വിഡായിട്ട് മാറുന്നു. ഈ സമയത്ത്
അതായത് ഒരു ലിക്വിഡും അതിൻ്റെ വേപ്പറും എക്വിലിബ്രിയത്തിൽ നിൽക്കുന്ന സമയത്ത് ഈ ലിക്വിഡ് വേപ്പർ അല്ലേ, ലിക്വിഡിൻ്റെ വേപ്പർ ലിക്വിഡിൻ്റെ സർഫേസിൽ കൊടുക്കുന്ന പ്രഷറിനെ വിളിക്കുന്ന പേരാണ് വേപ്പർ പ്രഷർ. ഒരു ലിക്വിഡുമായിട്ട് എക്വിലിബ്രിയത്തിൽ നിൽക്കുന്ന വേപ്പർ, ഒരു ലിക്വിഡുമായിട്ട് എക്വിലിബ്രിയത്തിൽ നിൽക്കുന്ന വേപ്പർ, ഒരു ലിക്വിഡുമായി എക്വിലിബ്രിയത്തിൽ നിൽക്കുന്ന വേപ്പർ ലിക്വിഡ് സർഫേസിൻ്റെ മേലെ ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ എക്സേർട്ട് ചെയ്യുന്ന, ചെലുത്തുന്ന പ്രഷറിനെ വിളിക്കുന്ന പേരാണ് വേപ്പർ പ്രഷർ. ലിക്വിഡുമായി എക്വിലിബ്രിയത്തിൽ നിൽക്കുന്ന വേപ്പർ ലിക്വിഡിൻ്റെ സർഫേസിൽ കൊടുക്കുന്ന പ്രഷറാണ് വേപ്പർ പ്രഷർ. ഡെഫിനിഷൻ പഠിക്കണം. The pressure exerted by the vapors which are in equilibrium with the liquid on the liquid surface at a particular temperature is known as vapor pressure of the liquid. Okay. ഇനി അടുത്തൊരു പോയിന്റ് നോക്കുന്നത് ബോയിലിംഗ് പോയിന്റ്. എന്താണ് ബോയിലിംഗ് പോയിന്റ്? ബോയിലിംഗ് പോയിന്റ് ഓഫ് എ ലിക്വിഡ് ഈസ് ദ ടെമ്പറേച്ചർ. ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു ടെമ്പറേച്ചറാണ്, ഒരു പ്രത്യേക ടെമ്പറേച്ചറാണ്. അറ്റ് വിച്ച് ദ വേപ്പർ പ്രഷർ ഓഫ് എ ലിക്വിഡ് ബിക്കംസ് ഈക്വൽ ടു ദി അറ്റ്മോസ്ഫറിക് പ്രഷർ. ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷറും അറ്റ്മോസ്ഫറിക് പ്രഷറും തുല്യമാകുന്ന ടെമ്പറേച്ചറാണ് ബോയിലിംഗ് പോയിന്റ്. അന്തരീക്ഷമർദ്ദവും ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷറും തുല്യമാകുന്ന ടെമ്പറേച്ചറാണ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. നമുക്കൊരു ഗ്രാഫ് കാണാം, വളരെ എളുപ്പത്തിൽ കാര്യം മനസ്സിലാക്കാം. വേപ്പർ പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള ഒരു ഗ്രാഫാണ് വരച്ചിരിക്കുന്നത്. ഈ ചുവന്ന നിറത്തിൽ കാണിച്ചിരിക്കുന്ന ഈ ലൈൻ അന്തരീക്ഷമർദ്ദത്തെ കാണിക്കുന്ന 1 atm, 1 അറ്റ്മോസ്ഫറിക് പ്രഷർ. ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് ഒരു ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷറാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ വേപ്പർ പ്രഷർ കൂടി 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 വന്ന് അവസാനം ഉണ്ടോ അന്തരീക്ഷമർദ്ദവുമായിട്ട് തുല്യമായി, അറ്റ്മോസ്ഫറിക് പ്രഷറുമായിട്ട് തുല്യമായി. ഈ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ താഴേക്ക് സ്കെയിൽ വെച്ച് വരയ്ക്കുക. സ്കെയിൽ വെച്ച് വരയ്ക്കുമ്പോൾ എക്സ് ആക്സിസിൽ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടും. വെള്ളമാണെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. ഈ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പം ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷറും അന്തരീക്ഷമർദ്ദവും, ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷറും അന്തരീക്ഷമർദ്ദവും, ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷറും അന്തരീക്ഷമർദ്ദവും തമ്മിൽ തുല്യമാകുന്ന ടെമ്പറേച്ചറിനെയാണ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് സർഫേസ് ടെൻഷൻ. എന്താണ് സർഫേസ് ടെൻഷൻ? ഈ ഡെഫിനിഷൻ നിങ്ങൾ പഠിക്കണം. ഇറ്റ് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ലെങ്ത്. യൂണിറ്റ് ലെങ്ത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്. ഇറ്റ് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ലെങ്ത്. ആ ഫോഴ്സ് എങ്ങനെയാണ്? പെർപെൻഡിക്കുലാർ ടു ദി ലൈൻ ഡ്രോൺ ഓൺ ദി സർഫേസ് ഓഫ് ലിക്വിഡ്. ലിക്വിഡിൻ്റെ സർഫേസിൽ വരച്ചിട്ടുള്ള ഒരു ലൈന് കുത്തനെ ലംബമായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്. അപ്പോൾ ഡെഫിനേഷൻ പഠിക്കണം. ഇറ്റ് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ലെങ്ത് പെർപെൻഡിക്കുലാർ ടു ദി ലൈൻ ഡ്രോൺ ഓൺ ദി സർഫേസ് ഓഫ് ലിക്വിഡ്. ഇനി സർഫേസ് ടെൻഷൻ്റെ കാരണം എന്താണ്? ഈ ചിത്രം ഒന്ന് നോക്കൂ. ഒരു ലിക്വിഡാണ്. ഈ നീല നിറത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു ലിക്വിഡാണ്. ഈ ലിക്വിഡിൻ്റെ ഉള്ളിലുള്ള ഒരു മോളിക്യൂൾ, ഏതെടുത്താലും കുഴപ്പമില്ല, കണ്ടോ? ഈ മോളിക്യൂൾ എടുത്തു. ഈ മോളിക്യൂളിന് യാതൊരു ടെൻഷനുമില്ല. ഒരു ലിക്വിഡിൻ്റെ ഉള്ളിലുള്ള മോളിക്യൂളിന് യാതൊരു ടെൻഷനുമില്ല. കാരണം ഇറ്റ് ഈസ് അട്രാക്റ്റഡ് ഈക്വലി ഫ്രം ഓൾ സൈഡ്സ്. എല്ലാ സൈഡുകളിൽ നിന്നും ഇതിനെ തുല്യമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ലിക്വിഡിൻ്റെ ഉള്ളിലുള്ള മോളിക്യൂളിന് യാതൊരു ടെൻഷനുമില്ല. കാരണം ഇറ്റ് ഈസ് അട്രാക്റ്റഡ് ഈക്വലി ഫ്രം ഓൾ സൈഡ്സ്. ചില കുട്ടികൾ ചോദിക്കും, ഇവിടെയുള്ളൊരു മോളിക്യൂളോ, ഇവിടെയുള്ള മോളിക്യൂളും എല്ലാ സൈഡിൽ നിന്നും ഈക്വലായിട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ കണ്ടെയ്നറിൻ്റെ വാളിൽ നിന്ന് അനുഭവപ്പെടുന്ന ഫോഴ്സ്. അങ്ങനെ ഈ അറ്റത്തുള്ള മോളിക്യൂളിനും ടെൻഷനില്ല. എന്നാൽ സർഫേസിലെ ഒരു മോളിക്യൂൾ ടെൻഷനില്ല. സർഫേസിൽ നിൽക്കുന്ന ഒരു മോളിക്യൂളിന്
മേലെ നിന്ന് ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഇല്ല. മേലെ നിന്ന് അതിനെ ആരും അട്രാക്റ്റ് ചെയ്യുന്നില്ല. ഇതിൻ്റെ അട്രാക്ഷൻ താഴേക്കാണ്. ഇറ്റ് എക്സ്പീരിയൻസസ് എ നെറ്റ് ഡൗൺവാർഡ് അട്രാക്ഷൻ. അപ്പം സർഫേസിലെ മോളിക്യൂൾ എപ്പോഴും ടെൻഷനിലാണ്. കാരണം ഇറ്റ് ഈസ് നോട്ട് അട്രാക്റ്റഡ് ഈക്വലി ഫ്രം ഓൾ സൈഡ്സ്. ഇറ്റ് എക്സ്പീരിയൻസസ് എ നെറ്റ് ഡൗൺവാർഡ് അട്രാക്ഷൻ. സർഫേസിലെ മോളിക്യൂളിനെ താഴേക്ക് അല്ലേ വലിക്കുന്നുണ്ട്, മറ്റു മോളിക്യൂൾസ് വലിക്കുന്നുണ്ട്. ഇറ്റ് എക്സ്പീരിയൻസസ് എ നെറ്റ് ഡൗൺവാർഡ് അട്രാക്ഷൻ. ദിസ് ഈസ് ദ റീസൺ ഫോർ സർഫേസ് ടെൻഷൻ. ഇതാണ് സർഫേസ് ടെൻഷൻ്റെ കാരണം. അപ്പോൾ ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഉള്ളിലുള്ള ഒരു മോളിക്യൂളിന് ടെൻഷനൊന്നുമില്ല, സർഫേസിലെ മോളിക്യൂളിന് ടെൻഷനുണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് അട്രാക്റ്റഡ് ബൈ അതർ മോളിക്യൂൾസ്. അപ്പോൾ ഉള്ളിലേക്ക് ഒരു അട്രാക്ഷൻ ഇതിന് കൂടുതലായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് സർഫേസിലെ മോളിക്യൂൾ ടെൻഷനിലാണ്. ഈ ചിത്രം കണ്ടാൽ തന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഈ കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. എ മോളിക്യൂൾ ഇൻ ദ ബൾക്ക് ഓഫ് ലിക്വിഡ്, പറഞ്ഞാൽ ലിക്വിഡിൻ്റെ ഉള്ളിൽ ഡസ് നോട്ട് എക്സ്പീരിയൻസ് എനി നെറ്റ് ഫോഴ്സ് ആസ് ഇറ്റ് എക്സ്പീരിയൻസസ് ഈക്വൽ ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ഫ്രം ഓൾ ദി സൈഡ്സ്. അല്ലേ, ഉള്ളിലുള്ള ഒരു മോളിക്യൂളിന് എല്ലാ സൈഡിൽ നിന്നും ഈക്വൽ അട്രാക്ഷൻ ഫീൽ ചെയ്യും. However, there are no intermolecular forces above a molecule on the surface of liquid. സർഫേസിലെ മോളിക്യൂളിൻ്റെ കാര്യം അങ്ങനെയല്ല. മേലെ നിന്ന് ആരും അട്രാക്റ്റ് ചെയ്യാനില്ല. Therefore, a molecule on the surface of liquid experiences net attractive force towards the interior of the liquid. അല്ലേ, സർഫേസിലൊരു മോളിക്യൂളിനെ ഉള്ളിലേക്ക് മറ്റ് മോളിക്യൂൾസ് കൂടുതലായിട്ട് വലിക്കും. ഇതാണ് സർഫേസ് ടെൻഷൻ്റെ കാരണം. ഈ ചിത്രവും കണ്ടാൽ മനസ്സിലാവും. ഉണ്ടോ, എല്ലാ സൈഡിൽ നിന്നും തുല്യമായ അട്രാക്ഷൻ ഇവിടെയുണ്ട്. ഇവിടെയാണെങ്കിൽ താഴേക്കാണ് അട്രാക്ഷൻ കൂടുതൽ. എല്ലാ സൈഡിൽ നിന്നുമുള്ള അട്രാക്ഷൻ ഈക്വൽ അല്ല. ഏത് ചിത്രം നോക്കിയാലും കുഴപ്പമില്ല. ആസ് എ റിസൾട്ട് ഓഫ് സർഫേസ് ടെൻഷൻ, ലിക്വിഡ് ടെൻസ് ടു മിനിമൈസ് ദെയർ സർഫേസ് ഏരിയ. അപ്പോൾ സർഫേസിൻ്റെ ഏരിയ കുറച്ചാൽ ടെൻഷൻ അനുഭവിക്കുന്ന മോളിക്യൂൾസിൻ്റെ എണ്ണം കുറയും. അപ്പോൾ സർഫേസ് ടെൻഷൻ കാരണം ലിക്വിഡുകൾ അവരുടെ സർഫേസ് ഏരിയ ചുരുക്കാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് ലിക്വിഡ് ഡ്രോപ്പ്ലെറ്റുകളൊക്കെ സ്പെറിക്കൽ ഷേപ്പ് സ്വീകരിക്കുന്നത്. വെള്ളത്തിൻ്റെ തുള്ളിയാണെങ്കിലും മെർക്കുറിയുടെ ഡ്രോപ്പുകളാണെങ്കിലും എല്ലാം സ്പെറിക്കൽ ഷേപ്പാണ്. വെള്ളത്തിൻ്റെ തുള്ളി സ്പെറിക്കൽ ഷേപ്പ് സ്വീകരിക്കാൻ കാരണം സർഫേസ് ഏരിയ മിനിമം ആക്കാൻ വേണ്ടിയിട്ടാണ്. സർഫേസ് ഏരിയ മിനിമം ആക്കിയാൽ സർഫേസിലെ മോളിക്യൂൾസിൻ്റെ എണ്ണം കുറയും, ടെൻഷൻ അനുഭവിക്കുന്ന മോളിക്യൂൾസിൻ്റെ എണ്ണം കുറയും. അപ്പോൾ സർഫേസ് ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ലിക്വിഡ് ഡ്രോപ്സ് എന്ത് ചെയ്യുന്നത്, സ്പെറിക്കൽ ഷേപ്പ് അസ്യൂം ചെയ്യുന്നത്. പരീക്ഷയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് ആർ സ്പെറിക്കൽ ബിക്കോസ് സ്ഫിയർ ഹാസ് മിനിമം സർഫേസ് ഏരിയ ആൻഡ് ലിക്വിഡ്സ് ടെൻഡ് ടു ഹാവ് മിനിമം സർഫേസ് ഏരിയ ഡ്യൂ ടു സർഫേസ് ടെൻഷൻ. അപ്പോൾ സർഫേസ് ടെൻഷൻ കാരണം ലിക്വിഡ്സിൻ്റെ സർഫേസ് ഏരിയ ചുരുക്കാൻ ലിക്വിഡ്സ് ശ്രമിക്കും. അതുകൊണ്ടാണ് ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് സ്പെറിക്കൽ ഷേപ്പ്, ഗോളാകൃതി സ്വീകരിക്കുന്നത്. സർഫേസ് ടെൻഷൻ കോസസ് കാപ്പിലറി ആക്ഷൻ. കാപ്പിലറി ആക്ഷന് കാരണം സർഫേസ് ടെൻഷനാണ്. അല്ലേ, ഗ്രാവിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് കാപ്പിലറി ആക്ഷൻ. തിരിയിട്ട വിളക്കിൽ എണ്ണ മേലേക്ക് കയറുന്നത് കാപ്പിലറി ആക്ഷനാണ്. അപ്പോൾ സർഫേസ് ടെൻഷൻ കോസസ് കാപ്പിലറി ആക്ഷൻ. ഇനി ബ്യൂററ്റ്, പിപ്പറ്റ്, സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് തുടങ്ങിയ ലാബിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ അടുത്ത വർഷം സെക്കൻഡ് ഇയർ നമ്മൾ ലാബിൽ കാണുന്നതാണ്. ഈ ചെറിയ ഗ്ലാസ് ട്യൂബുകളിൽ ലിക്വിഡിൻ്റെ സർഫേസ് കർവ്ഡ് ആയിരിക്കും. ചിലപ്പോൾ കോൺവെക്സ് ആവാം, ചിലപ്പോൾ കോൺകേവ് ആവാം. ദാറ്റ് ഡിപ്പെൻസ് ഓൺ ദി ലിക്വിഡ്. അപ്പോൾ സർഫേസ് ഓഫ് ലിക്വിഡ് ഈസ് കർവ്ഡ് ഇൻ സ്മോൾ ട്യൂബ്സ് ഡ്യൂ ടു സർഫേസ് ടെൻഷൻ. ഡ്യൂ ടു സർഫേസ് ടെൻഷൻ. ഇതിൻ്റെയും കാരണം സർഫേസ് ടെൻഷനാണ്. ഓക്കെ, ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. ഇതൊരു പിപ്പറ്റോ ബ്യൂററ്റോ എന്തായാലും ഇതുപോലെയുള്ള ചെറിയൊരു ഗ്ലാസ് ട്യൂബാണ്. ലിക്വിഡിൻ്റെ സർഫേസ് ഇങ്ങനെ വളഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അല്ലേ, ഇങ്ങനെ വളഞ്ഞിട്ട് നിൽക്കാൻ കാരണം സർഫേസ് ടെൻഷനാണ്. ഈ വളഞ്ഞിട്ട് നിൽക്കുമ്പോൾ സർഫേസ് ടെൻഷൻ കുറയും. സർഫേസിലെ മോളിക്യൂൾസിൻ്റെ എണ്ണം കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ കോൺകേവ് മെനിസ്കസ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ,
ഇനി അടുത്തൊരു പ്രോപ്പർട്ടിയാണ് ചർച്ച ചെയ്യുന്നത്, വിസ്കോസിറ്റി. റെസിസ്റ്റൻസ് ടു ഫ്ലോ ഈസ് നോൺ ആസ് വിസ്കോസിറ്റി. ലിക്വിഡുകൾ ഒഴുകുമെന്ന് നമുക്കറിയാം. ഈ ഒഴുകാനുള്ള മടി അല്ലെങ്കിൽ അതിനുള്ള റെസിസ്റ്റൻസിനെയാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. വെള്ളം ഒഴുകിപ്പോകുന്ന അത്ര വേഗത്തിൽ വെളിച്ചെണ്ണ ഒഴുകിപ്പോകില്ല, നമുക്കറിയാം. കാരണം വെളിച്ചെണ്ണ വെള്ളത്തിനേക്കാൾ കൂടുതൽ വിസ്കസ് ആണ്. അപ്പം എന്താണ് വിസ്കോസിറ്റിയുടെ കാരണം? സ്ട്രോങ്ങർ ദ ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ഹയർ ഈസ് ദ വിസ്കോസിറ്റി. ഇപ്പം വെള്ളത്തിലെ മോളിക്യൂൾസിൻ്റെ ഇടയിലുള്ളതിനേക്കാൾ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് വെളിച്ചെണ്ണയിലെ മോളിക്യൂൾസ് തമ്മിലുണ്ട്. ഇന്റർമോളിക്കുലാർ ഫോഴ്സ് കൂടുതലാണ്. ഇപ്പം ഇന്റർമോളിക്കുലാർ ഫോഴ്സ് കൂടിയാൽ വിസ്കോസിറ്റി കൂടും. ഗ്രേറ്റർ ദ വിസ്കോസിറ്റി മോർ സ്ലോലി ദ ലിക്വിഡ് ഫ്ലോസ്. വിസ്കോസിറ്റി കൂടിയാൽ ലിക്വിഡുകൾ വളരെ മെല്ലെ മാത്രമേ മൂവ് ചെയ്യൂ. വെള്ളത്തിനേക്കാൾ പതുക്കെ മാത്രമേ വെളിച്ചെണ്ണ ഫ്ലോ ചെയ്യൂ, നമുക്കറിയാം. ഒരു പോയിന്റ് ശ്രദ്ധിക്കൂ, ഗ്ലാസ് ഈസ് ആൻ എക്സ്ട്രീംലി വിസ്കസ് ലിക്വിഡ്. ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു വിസ്കസ് ലിക്വിഡാണ്. 300-400 വർഷം പഴക്കമുള്ള പഴയ വീടുകളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ബിൽഡിങ്ങിൻ്റെയോ ജനലിൻ്റെ ഗ്ലാസ്സൊക്കെ അടിഭാഗത്ത് കട്ടിപോകും. കാരണം എന്താണ്? ഗ്ലാസ് ഒരു ലിക്വിഡാണ്. സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന് പറയും. സൂപ്പർ കൂൾഡ് ലിക്വിഡാണ്, അല്ലെങ്കിൽ അമോർഫസ് സോളിഡ് എന്ന് പറയും. നമ്മൾ സെക്കൻഡ് ഇയർ പഠിക്കുന്നതാണ്. അപ്പോൾ ഗ്ലാസ് ഒരു ലിക്വിഡാണ്, വിസ്കസ് ലിക്വിഡാണ്. അത് മെല്ലെ 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 ഒഴുകി താഴേക്ക് വരും. അതുകൊണ്ടാണ് പഴയ ബിൽഡിങ്ങുകളുടെ ജനലിൻ്റെ ഗ്ലാസിൻ്റെ അടിഭാഗം കട്ടികൂടാൻ കാരണം. വിൻഡോ ഗ്ലാസ് ഓഫ് ഓൾഡ് ബിൽഡിങ്സ് ബിക്കം തിക്കർ അറ്റ് ദി ബോട്ടം. വേണമെങ്കിൽ ബ്രാക്കറ്റിൽ അതൊന്ന് സൂചിപ്പിക്കാം. വിൻഡോ ഗ്ലാസ് ഓഫ്, സോ വിൻഡോ ഗ്ലാസ് ഓഫ്, സോ വിൻഡോ ഗ്ലാസ് ഓഫ് ഓൾഡ് buildings become thicker at the bottom. Thicker at the bottom. Thicker at the bottom. അതുകൊണ്ടാണ് പഴയ ബിൽഡിങ്ങുകളുടെ വിൻഡോ ഗ്ലാസിൻ്റെ അടിഭാഗം കട്ടികൂടാൻ കാരണം. ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു വിസ്കസ് ലിക്വിഡാണ്. അത് മെല്ലെ മെല്ലെ ഒലിച്ചത്. അടുത്തൊരു പോയിന്റ് നോക്കൂ, വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ്സ് ഡിക്രീസസ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കുറയും. കാരണം എന്താണ്? ടെമ്പറേച്ചർ കൂടുമ്പോൾ കൈനറ്റിക് എനർജി കൂടും, മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജി കൂടും, ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് കുറയും. അതുകൊണ്ട് മോളിക്യൂൾസ് വളരെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾ ഇൻക്രീസസ് ആൻഡ് ദെയർഫോർ ഇറ്റ് ഈസ് ഈസിയർ ടു ഓവർകം ദ ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ടു മൂവ് ഓവർ ഈച്ച് അതർ. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ കഴിയും. ടെമ്പറേച്ചർ കൂടുമ്പോൾ കൈനറ്റിക് എനർജി കൂടും. അതുകൊണ്ട് മോളിക്യൂൾസിന് ഇന്റർമോളിക്കുലാർ ഫോഴ്സിൻ്റെ തടസ്സമില്ലാതെ മൂവ് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കുറയുന്നത്. ഓക്കെ, ഇപ്പോൾ ധാരാളം ഫിസിക്കൽ പ്രോപ്പർട്ടി നമ്മൾ നോക്കി. വേപ്പർ പ്രഷർ, ബോയിലിംഗ് പോയിന്റ്, സർഫേസ് ടെൻഷൻ, വിസ്കോസിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. ഇനി കുറച്ച് അഡീഷണൽ പോയിന്റ്സ് പറയുകയാണ്. നോട്ട് ലാമിനാർ ഫ്ലോ. എന്താണ് ലാമിനാർ ഫ്ലോ? Type of flow which involves a regular velocity gradation in passing from one layer to the next. ലിക്വിഡുകൾക്ക് ലെയറുകളുണ്ട്. ഒരു ലെയർ, തൊട്ട് താഴെ മറ്റൊരു ലെയർ, അതിൻ്റെ താഴെ മറ്റൊരു ലെയർ. ഓരോ ലെയറിലെയും വെലോസിറ്റി വ്യത്യാസമുണ്ട്. ഓരോ ലെയറും ഓരോ സ്പീഡ് ആണുള്ളത്. ഇത്തരത്തിലുള്ള ഫ്ലോ ആണ് ലാമിനാർ ഫ്ലോ എന്ന് പറയുന്നത്. ഇപ്പോൾ വെലോസിറ്റി ഗ്രഡേഷൻ വരും. വെലോസിറ്റി ഗ്രഡേഷൻ നമുക്കൊരു ചിത്രത്തിലൂടെ കാണിക്കാം. നോക്കൂ, ഈ സെൻറ്ററിലെ ലെയർ സ്പീഡ് യു ആണ്. സെൻറ്ററിലെ ലെയർ സ്പീഡ് യു ആണ്. ഏറ്റവും മേലെയുള്ളത് u+du. കണ്ടോ, സ്പീഡ് കൂടി. മൂന്നാമത്തെ ലെയർ അല്ലേ, താഴെയുള്ള ലെയർ u-du ആണ്. അപ്പോൾ ഇങ്ങനെ വെലോസിറ്റി വ്യത്യാസമുണ്ട്. വെലോസിറ്റിക്ക് അല്ലേ ഗ്രേഡുണ്ട്. വെലോസിറ്റി ഗ്രഡേഷൻ ലെയറുകളുടെ ഇടയ്ക്ക് സംഭവിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഫ്ലോയിനെ വിളിക്കുന്ന പേരാണ് ലാമിനാർ ഫ്ലോ. ഇപ്പം ലെയറുകൾക്കിടയിൽ വെലോസിറ്റി ഗ്രഡേഷൻ ഉള്ള ഫ്ലോ ആണ് ലാമിനാർ ഫ്ലോ.
For a given layer in a flowing liquid, the layer above it accelerates its flow while the layer below it retards its flow. നോക്കൂ, ഈ സെൻറ്ററിലെ ലെയറിൻ്റെ സ്പീഡ് കൂട്ടുന്നതാണ് മേലത്തെ ലെയർ, സ്പീഡ് കുറയ്ക്കുന്നതാണ് താഴെയുള്ള ലെയർ. അപ്പോൾ വെലോസിറ്റി ഗ്രഡേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഈ പ്ലേറ്റിൻ്റെ ഏരിയ എ ആണെന്ന് കരുതാം. ഈ പ്ലേറ്റുകൾക്കിടയിലുള്ള അകലം DZ ആണ്. പ്ലേറ്റുകൾക്കിടയിലുള്ള അകലം DZ ആണ്. ഇനി കുറച്ച് ടെക്നിക്കലായുള്ള ടേംസ് നമ്മൾ പഠിക്കുകയാണ്. വെലോസിറ്റി ഗ്രേഡിയൻറ്റ് du/dz, ഇതിനെ വിളിക്കുന്ന പേരാണ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. du എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ്. du എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് ഡിസ്റ്റൻസ്. z എന്ന് പറയുന്നത് dz എന്ന് പറയുന്ന ഡിസ്റ്റൻസിനെ കാണിക്കുന്നതാണ്. അപ്പോൾ du/dz അതാണ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. dz എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്, du എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ്. ഓക്കെ, വി ക്യാൻ റൈറ്റ് F ഈസ് പ്രൊപ്പോർഷണൽ ടു A. ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു A, ഏരിയ. എന്താണ് ഫോഴ്സ്? ഫോഴ്സ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദ ഫ്ലോ ഓഫ് ലെയേഴ്സ്. ലെയറുകളുടെ ഫ്ലോ നിലനിർത്താൻ വേണ്ട ഫോഴ്സ്, ലെയറുകളുടെ ഫ്ലോ നിലനിർത്താൻ വേണ്ട ഫോഴ്സാണ് F. ദാറ്റ് F ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. F ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. ഇനി F ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു du/dz. F ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, നമുക്ക് അങ്ങനെ വേണമെങ്കിൽ എഴുതാം. നോക്കൂ, F ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, ഒരു ഇക്വേഷൻ കൂടെ എഴുതാം. ഒരു ഇക്വേഷൻ കൂടെ എഴുതുകയാണ്. F ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, വേറെ എഴുതാം. F ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, F ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു du/dz. അങ്ങനെ എഴുതാം, du/dz. തൽക്കാലം അങ്ങനെ എഴുതാം, du/dz. ഇപ്പോൾ രണ്ട് ഇക്വേഷൻ കിട്ടി. F ഈസ് പ്രൊപ്പോർഷണൽ ടു A ആണ്, F ഈസ് പ്രൊപ്പോർഷണൽ ടു du/dz. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? F ഈസ് പ്രൊപ്പോർഷണൽ ടു A, F ഈസ് പ്രൊപ്പോർഷണൽ ടു du/dz. അപ്പോൾ F ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു A ഇൻറ്റു du/dz. ഇവിടെ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി നമ്മൾ സമചിഹ്നം അല്ലേ, ഇക്വാലിറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഈക്വൽ എന്ന് കൊടുക്കുമ്പോൾ എന്തായിട്ട് മാറി? ഈക്വൽ എന്ന് കൊടുക്കുമ്പോൾ F ഈസ് ഈക്വൽ ടു ഈറ്റ. ഈറ്റ എന്നാണ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ഈറ്റ ഇൻറ്റു A ഇൻറ്റു du/dz. ഈറ്റ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്, നോൺ ആസ് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. നോൺ ആസ് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. അപ്പോൾ ഈറ്റ എന്നുള്ളതിനെ വിളിക്കുന്ന പേരെന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി എന്നാണ് വിളിക്കുക. കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. ഈറ്റ എന്നുള്ളതിനെ വിളിക്കുന്ന പേര് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിയാണ്. ഇനി വിസ്കോസിറ്റി കോഎഫിഷ്യൻ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. A1 ആണെന്ന് കരുതുക. A1 ആണ്. du/dz ഉം 1 ആണെന്ന് കരുതുക. രണ്ട് യൂണിറ്റാണ്. A യൂണിറ്റിയാണ്, du/dz ഉം യൂണിറ്റിയാണ്. ഈ സമയത്ത് ഉള്ള ഫോഴ്സിനെയാണ് ഈറ്റ എന്ന് പറയുന്നത്. അപ്പോൾ വിസ്കോസിറ്റി കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫോഴ്സ് വെൻ വെലോസിറ്റി ഗ്രേഡിയൻറ്റ് ഈസ് യൂണിറ്റി ആൻഡ് ദ ഏരിയ ഓഫ് കോണ്ടാക്ട് ഈസ് യൂണിറ്റ് ഏരിയ അല്ലെങ്കിൽ യൂണിറ്റി. അപ്പോൾ A എന്നുള്ളത് 1 എന്ന് കരുതുക, du/dz ഉം 1 ആണെങ്കിൽ ഈറ്റ ഈക്വൽ ടു F ആണ്. ഈറ്റ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്, കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ഈസ് ഫോഴ്സ്, അത് ഫോഴ്സാണ്. കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി, വിസ്കോസിറ്റി കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്ന ഫോഴ്സാണ്. എപ്പോൾ? വെൻ A ഈസ് യൂണിറ്റി, അതായത് ഏരിയ ഓഫ് കോണ്ടാക്ട് ഈസ് യൂണിറ്റി ആൻഡ് du/dz ഈസ് യൂണിറ്റി. du/dz എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. ഓക്കെ, ഇനി ഇത് ബൈ ഹാർട്ട് പഠിക്കാം. വിസ്കോസിറ്റി കോഎഫിഷ്യൻ്റിൻ്റെ യൂണിറ്റ്, വിസ്കോസിറ്റി കോഎഫിഷ്യൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. മറ്റൊരു യൂണിറ്റ് പാസ്കൽ സെക്കൻഡ്. ഏത് എഴുതിയാലും കുഴപ്പമില്ല, SI യൂണിറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ കിലോഗ്രാം പെർ മീറ്റർ പെർ സെക്കൻഡ്, അങ്ങനെ എഴുതിയാലും മതി. CGS സിസ്റ്റത്തിലെ യൂണിറ്റ് കൂടെ നോക്കാം. പോയിസ് എന്നാണ് പറയുന്നത്. പോയിസ്, ഒരു പോയിസ് എന്ന് പറഞ്ഞാൽ ഗ്രാം പെർ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡാണ്. ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പും കൂടിയുണ്ട്, പറ്റുമെന്നുള്ളവർ പഠിക്കാം. 10⁻⁻² കിലോഗ്രാം പെർ മീറ്റർ പെർ സെക്കൻഡ്. എന്തായാലും SI
യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ഒരെണ്ണം പഠിച്ചാലും മതി. CGS യൂണിറ്റ് പോയിസ് ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാലും മതി. ഇപ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിൻ്റെ ചില പ്രത്യേകതകളാണ് നമ്മൾ കണ്ടത്. കുറച്ച് അഡീഷണൽ പോയിന്റ്സും കണ്ടു. ഔദ്യോഗികമായിട്ട് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനി ഇതിലെ പ്രോബ്ലംസ് അല്ലെങ്കിൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനുള്ളത്. അത് മറ്റൊരു സന്ദർഭത്തിൽ കാണാം. ഈ തന്നിരിക്കുന്ന നോട്ടെല്ലാം കൃത്യമായിട്ട് എഴുതിയെടുക്കുക. ഓക്കെ, ബൈ.